അമ്മ ഒറ്റയ്ക്കല്ലേ, നേരത്തിനൊക്കെ ഒന്ന് വീട്ടിലെത്തിക്കൂടെ? പാവമാണ്. എത്ര വൈകിയാലും അമ്മ എന്നെ കാത്തിരിക്കും. പിന്നെ മിക്കവാറും എന്നെ പുറത്താക്കി തന്നെ അമ്മ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്ന തോന്നുന്നേ. ഇതൊക്കെ കേൾക്കുമ്പോ എനിക്ക് അസൂയ തോന്നുന്നു. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, സ്വന്തമാക്കി അഭിമാനിക്കൂ. അമ്മയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഇന്ന് പറയാൻ വെച്ച ഒരു കാര്യം കഴിഞ്ഞല്ലോ. എന്നാ ഞാൻ പോട്ടെ. നാളെയാ സാഹിത്യോത്സവം. ഒരുപാട് പണിയുണ്ട്. നാളെയാണല്ലേ? ആരൊക്കെ വരുന്നുണ്ട്? അഴീക്കോട് സാറ്, മേരി ടീച്ചർ, പിന്നെ നമ്മുടെ സ്ഥിരം കക്ഷികൾ. സാറും ഉണ്ടോ? അപ്പൊ നല്ല ആളും ഉണ്ടാവൂലോ. ആ, ഇപ്പോഴത്തെ വിവാദ നായകനല്ലേ. എടോ, ഒരു താങ്ക്സ് ഉണ്ട് കേട്ടോ. ജാനറ്റിന്റെ കാര്യം താനൊന്ന് പറഞ്ഞോണ്ടാ ഞാൻ അങ്ങനെ ചിന്തിച്ചു തന്നെ. താങ്ക്സ്. അത് ശരി, താങ്ക്സ് മാത്രമേ ഉള്ളൂ? ശരി, താൻ പറ എന്താ വേണ്ടേ? ഒരുമാതിരി പുരുഷാവശ്യങ്ങളൊന്നും പറയരുത്. എനിക്ക് തനിക്ക് ഊട്ടി കാണണം. ഊട്ടിയോ? അതാണോ? താൻ പോയി കാണടോ. ഒറ്റയ്ക്ക് കാണാൻ പേടിയാ. എന്നാ ഫസീലിനും കൂട്ടിക്കോ. അങ്ങനെ ഓടിപ്പോയി കണ്ടുവരാനല്ല, എനിക്ക് മുഴുവനും നടന്നു കാണണം. പിന്നെ ഞാൻ ചോദിച്ച ഫസീലയോടല്ലോ. ശരി, ഞാൻ കൊണ്ടുപോവാം. നാളത്തെ ദിവസം കൂടി കഴിയട്ടെ. എന്നാ ഞാൻ പോട്ടെ. എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം, പക്ഷെ ആകെ മൊത്തം ഒരു പ്രണയം കൂടുന്നുണ്ടോന്നൊരു സംശയം. പിന്നെ ഞാൻ ആദ്യമായിട്ടല്ലേ പ്രണയത്തെ കുറിച്ച് എഴുതുന്നത്? അതല്ല, കണ്ണെഴുതുന്നു, പൊട്ടു തൊടുന്നു, സംസാരത്തിലാണെങ്കിൽ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ കടന്നു വരുന്നുണ്ട്. ദേ പ്രിയ, വേണ്ട കേട്ടോ. പിന്നല്ലാതെ നിങ്ങൾ നല്ല മാച്ചാന്നേ, സഖാവും ബുദ്ധിജീവിയും. നീ വായിക്കണ്ട, എന്റെ ബുക്കും തന്നെ. എന്നാ അതെ, ഞങ്ങളും ചോറ് എന്നെ ഉണ്ടണേ. നീ ആളോട് പോയി പറവണ്ണേ, ആൾക്കും നിന്നെ ഇഷ്ടാ, കണ്ടറിഞ്ഞൂടെ? അത് പിന്നെ നീ എന്തിനു വേണ്ടി കാത്തിരിക്കുക?